ദൈവനാമത്വപ്പെടുത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബ് 3:8 ഇങ്ങനെ വായിക്കുന്നു: നാവിനെയോ മനുഷ്യർക്കാർക്കും ഭരിക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, കർത്താവിന്റെ വചനം പറയുന്നു നാവ് മരണകരമായ വിഷം നിറഞ്ഞതെന്ന്. അതുകൊണ്ട് നമ്മുടെ നാവ് സൂക്ഷിച്ചുപയോഗിക്കുക, അല്ല ഞാൻ നമ്മളെ അത് വലിയ വിപത്തിലേക്ക് നയിക്കും. അതിന്റെ 10-ാം വാക്യം, അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. അതെ, അത് ദൈവ പൈതലിന് ചേർന്നതല്ല. എന്താ ചേർന്നതാവാത്തത്? കർത്താവും പിതാവുമായ നമ്മുടെ യേശുവിനെ നമ്മുടെ നാവ് വെച്ച് സ്തുതിച്ചിട്ട് അവൻ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ നമുക്ക് ശപിക്കുവാൻ സാധിക്കത്തില്ല. അതെ, നമുക്ക് ശപിക്കുവാൻ സാധിക്കത്തില്ലെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ഇന്ന് പകലിൽ അവന്റെ ഇണങ്ങിയ ആയുധമായി തീരുവാൻ നിങ്ങളുടെ നാവുകളെ യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാവോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നാവിന്റെ മുഴുവൻ നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്ത് തിരിഹിതം സംസാരിക്കുവാൻ അവൻ നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളുടെ നാവുകളെ മെരിക്കുന്നതായിരിക്കും. അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. സ്തോത്രവും ശാപവും ഒരു ദൈവ പൈതലിന്റെ നാവിൽ കൂടെ പുറത്തു വരുവാൻ സാധിക്കുന്നതല്ല, കർത്താവിന്റെ വചനം പറയുന്നു. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അതെ, ഉറവയിൽ നിന്ന് കയ്പും മധുരവും ഒരുപോലെ പുറപ്പെടത്തില്ല. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, നിങ്ങളുടെ നാവിനെ ഇന്ന് പകലിൽ മെരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ ചോദിച്ചാട്ടെ. എന്തെങ്കിലും തിരിഹിതമല്ലാത്ത വാക്കുകൾ നിങ്ങളുടെ നാവിൽ കൂടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ക്ഷമ പറഞ്ഞ് അടുത്തു വന്നാട്ടെ. അതിനെയെല്ലാം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെ നിങ്ങളുടെ തലമുറകളോട്, നിങ്ങളുടെ തുണയോട്, നിങ്ങൾ പാർക്കുന്ന രാജ്യത്തോട്, നിങ്ങളുടെ ഭരണകർത്താക്കളോട്, നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥാപനത്തോട്, അതെ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോട് തിരിഹിതമല്ലാത്തത് എന്തെങ്കിലും നിങ്ങളുടെ നാവ് വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്താട്ടെ. അല്ല ഞാൻ അനുഗ്രഹത്തിന് പകരം ശാപം വിളിച്ചു വരുത്തും നമ്മുടെ നാവ് വെച്ച് തന്നെ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് 3:9 ഇങ്ങനെ വായിക്കുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുവാൻ. അതെ, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ദോഷത്തിന് പകരം ദോഷം വിളിച്ചു പറയാതെ, ശകാരത്തിന് പകരം ശകാരം വിളിച്ചു പറയാതെ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നിങ്ങളുടെ നാവ് വെച്ച് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചാട്ടെ, നിങ്ങളുടെ തുണയെ അനുഗ്രഹിച്ചാട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ അനുഗ്രഹിച്ചാട്ടെ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ നിങ്ങളുടെ നാവ് വെച്ച് അനുഗ്രഹിച്ചാട്ടെ, നിങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ചാട്ടെ, ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചാട്ടെ. നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരും. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ സാധിക്കും. നിങ്ങളുടെ നാവിനെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളുടെ നാവിനെ സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവിക അനുഗ്രഹം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്മേലും സിദ്ധിക്കണം. കർത്താവെ, തിരിഹിതമല്ലാത്തത് എന്തെങ്കിലും ഞങ്ങളുടെ നാവ് വെച്ച് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ നാവിനെ ഇണങ്ങി ആയുധമാക്കി ഉപയോഗിച്ചാലും സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകല മാനവും മാത്രം കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.